ഏ അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട്. ഫ്ലാഗ് പിടിച്ചത് ആ ജോലി നിൽക്കുകയാണ്. ഇപ്പോഴും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുന്നിൻ്റെ മുകളിലേക്കാണ് ഗൈസ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. 8000 വർഷം മുന്നേ ആളുകൾ കയറി തുടങ്ങിയ ഒരു ഹിൽ ടോപ്പാണത്. ഇപ്പോഴും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി നോക്കാണ്. ഞാനും ജോലും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോലെ സെറ്റല്ലേ? നമുക്ക് ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് നടക്കാണ്ട്, നടന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ കയറാൻ. അപ്പോൾ ഗൈസ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. $360 മീറ്റേഴ്സുള്ള ഈ ഹിൽ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലാൻഡ് മാർക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറയാൻ പറ്റും. കാണുമ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കുന്നാണെന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഏരിയയിൽ തലയെടുത്ത് നിൽക്കുന്നത് ഈ കുന്നനാണ് ഗൈസ്. ഇതുപോലെ ഏകദേശം ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട്. ജോലിലെ നമ്മളെ സ്പെഷ്യൽ മിക്സ് ആണെന്ന്. ജോല നീ എന്തൊക്കെയാ ഇതിൽ മിക്സ് ചെയ്ത്? സ്പാർക്ലിംഗ് വാട്ടറും പിന്നെ ഇത് ഓറഞ്ച് ജ്യൂസാണ്. പക്ഷെ ഇത് ജ്യൂസാണ് നമ്മൾ മേടിച്ചത്, പക്ഷെ സ്ക്വാഷ് ആയിരുന്നു. ഫുൾ മിക്സ് ചെയ്ത് നടക്കണം ഗൈസ്. ജ്യൂസ് മേടിക്കാൻ പോയിട്ട് സ്ക്വാഷ് മേടിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വെള്ളം വാങ്ങി അത് മിക്സ് ചെയ്തു. പിന്നെ അതാ നമുക്ക് ഫൈബറിന് വേണ്ടി പഴങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഫുൾ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പകുതിയായിട്ടേ ഉള്ളൂ, ബാക്കി ദൂരങ്ങളും ഇനി പോകാണ്ട് ഗൈസ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഈ ജസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള ഇതും കൂടി കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തി ഗൈസ്. എൻ്റെ മോനെ അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട്. ഫ്ലാഗ് പിടിച്ചത് ആ ജോലി നിൽക്കുകയാണ്. ഇനി ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാലുള്ള നമ്മളെ വ്യൂ ഉണ്ടല്ലോ ഗൈസ്. കാണാൻ റെഡിയാണോ? എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സ്ഥലം വിഷയം. ഏകദേശം 45 മിനിറ്റ്, 1 മണിക്കൂർ ഹൈക്കിങ്ങിന് ശേഷം ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ ജോല എന്താ പറയാനുള്ളത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വ്യൂ എല്ലാം അടിപൊളിയായിട്ട്. എങ്ങനെ ഹാപ്പി ആവാണ്ടിരിക്കും? ഇത്ര നല്ല വ്യൂ. നമ്മുടെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ട്രൈപ്പോഡ് വരെയൊക്കെ പിടിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ എന്തായാലും വന്നത് മുതലായി. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബീച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബീച്ച് അങ്ങനെ പരന്ന് കിടക്കുന്ന ബീച്ച്. പിന്നെ ലാൻഡ്സ്കേപ്പ്. ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് എന്ത് രസം അറിയോ? ചെറിയ ചെറിയ വീടുകൾ, ഗ്രാമങ്ങൾ, ഒന്നും പറയാലോ ഗൈസ്. നൈസ്, വർത്ത് ഇറ്റ്. ഓക്കെ എൻ്റെ മോനെ ഗായ്സ് നോക്ക്, ഒരു ചങ്ങായി ഇവിടുന്ന് സൈക്കിൾ ഓടിച്ച് പോകുന്നു. ഭ്രാന്തൻ തന്നെ. അവൻ താഴോട്ട് ഇറങ്ങിപ്പോയി. 1000 വർഷമുള്ള പഴക്കം ചെന്ന ഒരു ഉപകരണം ഇവിടുന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ് ഗായ്സ്. 1826 മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേബർ തൊഴിലാളികൾ അവരിവിടുന്ന് പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കണ്ടെത്തി. അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് വെച്ചാൽ ശിലായുഗത്തിലുള്ള ആൾക്കാർ ഇവിടെ നിന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടീസൈഡ് വാലിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉണ്ട്. അപ്പം ഈ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയുടെ മൊത്തത്തിൽ അവരുടെ പ്രാചീന കാലത്തിലുള്ളതും ഇപ്പോഴത്തിലുള്ള ഡെവലപ്മെൻറ്റിനൊക്കെ ഈ ഹിൽ ടോപ്പ് ഭയങ്കര കണക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന റെയിൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മൈനിങ് ചെയ്തിട്ടുള്ള സ്റ്റോൺസ് എല്ലാം കൊണ്ടുപോയിരിക്കുന്നത് ഈ റെയിൽ റൂട്ട് വഴിയായിരുന്നു. എപ്പോഴും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിൽ ടോപ്പാണെന്ന് പറയാൻ കാരണം ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതെപ്പോഴും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളൊരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഷേപ്പ് ഒരു രൂപത്തിലായിരിക്കും, ചിലപ്പോൾ അടുത്ത തവണ വരുമ്പം ഇങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
എപ്പോഴും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിൽ ടോപ്പാണ് ഗൈസ്, റോസ് ടോപ്പിംഗ്. വേണ്ടില്ല, ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് ടോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു പോസിറ്റീവ് സൈനായിട്ട് തോന്നി ഗൈസ്. അപ്പം ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ കൊണ്ട് പാരൻസ് ഇതിൻ്റെ ടോപ്പിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പയറിങ്, നല്ലൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടുകളിലൊന്നും ഇത് കാണാത്തൊരു സംഭവമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആപ്പിൾ മരം കാണുന്ന ഗൈസ്. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആപ്പിൾ മരം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ. എന്താ സാധനം, ഞാനൊന്ന് പറിച്ചു നോക്കട്ടെ. ചീത്തയൊക്കെയൊന്നും അറിയില്ല, ഞാൻ എന്തായാലും ഒന്നും പറിക്കുന്നുണ്ട് ഗൈസ്. ഞാനൊന്ന് പറിച്ചിട്ടു. മരത്തുനിന്ന് പറിച്ചു പറ്റി ഇന്ന മോനെ. ഇതൊക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമാണ് കംപ്ലീറ്റ് ആയിട്ടോ. ഒരുപാട് ഇഷ്ടമായി ഗൈസ്. ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു. എന്നെ കുറേ പേര് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇന്ന് എനിക്ക് വരാൻ പറ്റി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈക്കിങ്, അതുപോലെ നല്ല ടോപ്പിലുള്ള വ്യൂ, അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റി. അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ദൂരം നടന്നു. കുറേ ദൂരം നടന്നിട്ട് ടോപ്പിലെത്തിയിട്ട് ഇവിടുന്ന് കാണുമ്പോഴുള്ളൊരു വ്യൂ കാണുമ്പോഴുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. UK വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. ദിസ് ഈസ് ചാല മല്ലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്.